ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബവിളക്ക് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐസിയുവിന് വെളിയിലിരിക്കുന്ന സുമിത്രയെ കാണിച്ചുകൊണ്ടാണ്. ഐസിയുവിന് അകത്തു നിന്ന് നഴ്സ് പുറത്തേക്ക് വരുന്നു. സുമിത്രയോടായിട്ട് പറയുന്നു, ശീതളിന് ബോധം വന്നു, അമ്മയെ കാണണമെന്ന് പറയുന്നു. സുമിത്ര പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഐസിയുവിന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. നിറഞ്ഞ സന്തോഷവും എന്നാൽ നിറകണ്ണുകളുമായി സുമിത്ര ശീതളിന് മുന്നിൽ നിൽക്കുന്നു. ശീതളിനെ കണ്ടപ്പോൾ സുമിത്രയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റായി വീഴുന്നു. പതുക്കെ പതുക്കെ സുമിത്ര ശീതളിന്റെ ബെഡിന് അടുത്തെത്തുന്നു. ശീതളിന്റെയും മുഖത്ത് സന്തോഷം കാണാമായിരുന്നു. എന്നാൽ നിറഞ്ഞ കുറ്റബോധവും അവളുടെ മുഖത്തുണ്ടായിരുന്നു. നിറകണ്ണുകളോടെ അവൾ അമ്മയെയും നോക്കുന്നു. സുമിത്ര ശീതളിന്റെ തലയിൽ ചെറുതായൊന്ന് തലോടി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോളെ എന്ന് വിളിച്ചു. ശീതളും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കരയുന്നു. ശീതൾ സുമിത്രയുടെ കൈ ഇറുക്കി പിടിക്കുന്നു. അമ്മേ, ഞാൻ എവിടെയാ? കണ്ണു തുറന്നപ്പോൾ പരിചയമില്ലാത്ത ഈ സ്ഥലത്താണ് ഞാൻ കിടക്കുന്നത്. മോളെ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലില്ല. അതെ, ഇനി എൻ്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ കരുതിയില്ല. അമ്മ എന്നെ കാണാൻ എത്തിയല്ലോ. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അമ്മേ. അമ്മയ്ക്ക് എത്താതിരിക്കാൻ കഴിയില്ലല്ലോ മോളെ. ഒരമ്മയ്ക്കും മക്കളെ തള്ളിക്കളയാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് സുമിത്ര ശീതളിന്റെ കവിളിലെ കണ്ണുനീർ തുടയ്ക്കുന്നു. സുമിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശീതൾ, അമ്മ എന്താ അമ്മ എന്നെ വെറുക്കാത്തേ? ഞാൻ അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചു. ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയെ അംഗീകരിച്ചിരുന്നില്ല. അമ്മയുടെ ഓരോ പ്രവൃത്തിയിലും കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. എന്നും ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും മടികൂടാതെ അമ്മ ചെയ്തു തന്നു. അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എന്നും അമ്മയെ നിന്ദിച്ചിട്ടേ ഉള്ളൂ ഞാൻ. എന്നിട്ടും അമ്മ ഒരു പരാതിയോ പരിഭവമോ പറയാതെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്തു ഭംഗിയായി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുമിത്ര ശീതളിന്റെ വാ പൊത്തിക്കൊണ്ട് ഇനി ഒന്നും പറയരുത് എന്ന് തലകുലുക്കി. മോളെ, ഒരമ്മയ്ക്ക് ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളെ വെറുക്കാൻ സാധിക്കില്ല. അമ്മമാരെ തള്ളിപ്പൊളഞ്ഞ് മക്കൾ പോയാലും മക്കളെ ഒരിക്കലും അമ്മമാർക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം സ്വന്തം മക്കളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കും അമ്മമാർക്ക്. നീ പോയതിനു ശേഷമുള്ള ഓരോ രാത്രിയിലും എനിക്ക് നന്നായി ഉറങ്ങാൻ പോലും സാധിക്കുമായിരുന്നില്ല. നീ അവിടെ സന്തോഷമായിരിക്കുന്നോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ മോള് പറഞ്ഞതുപോലെ അമ്മ നിനക്ക് വേണ്ടി ചെയ്തതൊന്നും ഒരിക്കലും ഒരു ജോലിയായി അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. അതൊരു അമ്മയുടെ കടമയല്ലേ മോളെ. അത് വളരെ സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ ചെയ്തത്. അതൊന്നും വലിയ കാര്യമല്ല മോളെ. എല്ലാ അമ്മമാരും സ്വന്തം മക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ ചെയ്യുന്നത് മാത്രമാണ് ഇതൊക്കെ. ശീതൾ, അമ്മയേക്കാൾ കൂടുതൽ ആർക്കും മക്കളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പരിചരിക്കാനും സാധിക്കില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ അമ്മയെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അമ്മ എന്നെ കൈവിടുമെന്ന് കരുതിയാ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരാതെ ഈ കടുങ്കൈ ചെയ്തത്. സുമിത്ര, മോളെ, നീ തിരിച്ചു വരുന്ന ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരുന്നതാ ഈ അമ്മ. ഈ അമ്മയ്ക്ക് മോളെ ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല. നിന്നെ മനസ്സിലാക്കാൻ എന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സുമിത്ര ശീതളിന്റെ നെറ്റിയിൽ ചുംബിക്കുന്നു. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് സിദ്ധാർത്ഥ് അഡ്വക്കേറ്റിനെ കാണാൻ ചെല്ലുന്നു. സിദ്ധാർത്ഥ് സുമിത്രയും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഏൽപ്പിച്ച സെയിം അഡ്വക്കേറ്റ് തന്നെയാണ്. സിദ്ധാർത്ഥിനെ കണ്ടപാടെ അഡ്വക്കേറ്റ് പറയുന്നു, ആരിത്? സിദ്ധാർത്ഥോ? ഡിവോഴ്സ് 15 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നല്ലേ പറഞ്ഞേ? 15 ദിവസം ആയിട്ടില്ലല്ലോ സിദ്ധാർത്ഥേ. സിദ്ധാർത്ഥ്, സർ, ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. സിദ്ധാർത്ഥ് അഡ്വക്കേറ്റിനോട് കാര്യങ്ങൾ പറയുന്നു. ഇത് കേട്ട് അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് സുമിത്രയോട് പറഞ്ഞാൽ പോരെ കേസ് പിൻവലിക്കാൻ? സിദ്ധാർത്ഥ്, അത് ഞാൻ പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല സർ. വേദികയെ എങ്ങനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം സർ? അഡ്വക്കേറ്റ്, കുട്ടിക്ക് 18 വയസ്സ് തികയാത്തത് കൊണ്ട് കുറച്ച് പാടാ സിദ്ധാർത്ഥ്. അല്ല, ആത്മഹത്യക്ക് ശ്രമിച്ചത് നിങ്ങളുടെ സ്വന്തം മോളല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം മോളുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണമായവർക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ? നിങ്ങൾ എന്ത് മനുഷ്യനാണ്? സിദ്ധാർത്ഥ്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി സർ. അതിന്റെ പേരിൽ വേദിക പോലീസ് കസ്റ്റഡിയിലായാൽ ആർക്കെന്ത് ഗുണം? അഡ്വക്കേറ്റ്, ശരി, ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളത് വേദികയോട് പറയണം. അവരോടൊരു ആത്മഹത്യ ശ്രമം നടത്താൻ പറയൂ. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അവർ ആത്മഹത്യ ശ്രമം നടത്തട്ടെ, ബാക്കി നമുക്ക് നോക്കാം. സിദ്ധാർത്ഥ് അവിടെ നിന്നും പോണു. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള വേദികയെ കാണാനെത്തുന്ന സിദ്ധാർത്ഥിനെ കാണിച്ചുകൊണ്ടാണ്. സിദ്ധാർത്ഥിനെ കണ്ടപാടെ വേദിക സ്വരം കടുപ്പിച്ച്, എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് വന്നേ? ഞാൻ ചത്തോ എന്നറിയാനാണോ? എന്നാ ചത്തിട്ടില്ല.
സിദ്ധാർത്ഥ് സ്വരം താഴ്ത്തി പറയുന്നു. വേദികേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വേദിക, എന്തിനു കേൾക്കണം? നിങ്ങളുടെ കുടുംബക്കാർ കാരണം ഞാനിപ്പോൾ ജയിലിൽ വരെ ആയി. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു. സമ്പത്ത് എൻ്റെ മോനെ കൊണ്ടുപോകാൻ നേരം നിങ്ങൾ എന്താ തടയാഞ്ഞേ? സുമിത്രയെ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് പിൻവലിക്കാൻ സാധിച്ചോ? പ്രതീഷിനെതിരെയുള്ള കംപ്ലൈൻറ്റ് എന്നെ കൊണ്ട് പിൻവലിക്കാൻ എന്ത് ഉത്സാഹമായിരുന്നു നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞാൻ ജയിലിലായില്ലേ, സുമിത്രയുമായുള്ള ഡിവോഴ്സ് പിൻവലിച്ച് അവളോടൊപ്പം ജീവിക്കാമല്ലോ നിങ്ങൾക്ക്. നഷ്ടം എനിക്ക് മാത്രം. എനിക്കെൻ്റെ മോനെയും എൻ്റെ ജീവിതവും നഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥ്, വേദികേ, ഞാൻ അതൊന്നും സംസാരിക്കാനല്ല ഇപ്പോൾ വന്നേ. നിന്നെ പുറത്തിറക്കാനായി ഓടി നടക്കുമായിരുന്നു ഞാൻ. എനിക്ക് നിന്നെ വേണം. നിന്നെ ഇറക്കേണ്ടത് എൻ്റെ കടമയാണ്. സുമിത്രയുടെ ഞാൻ യാചിച്ചു നോക്കി നിനക്ക് വേണ്ടി. അവൾ വഴങ്ങിയില്ല. അവളിപ്പോൾ ഞാനുമായി ബന്ധം പിരിയാൻ നിൽക്കുമല്ലേ. അതുകൊണ്ട് പഴയതുപോലെ ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ല. പിന്നെ ഞാൻ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹം നിനക്ക് പുറത്തിറങ്ങാനുള്ളൊരു വഴി പറഞ്ഞു തന്നു. അത് പറയാനാണ് ഞാൻ വന്നത്. അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം സിദ്ധാർത്ഥ് വേദികയോട് പറയുന്നു. അടുത്ത ഭാഗത്ത് ശീതളിന് ബോധം തെളിഞ്ഞതറിഞ്ഞ CI സാറ് ഡോക്ടറിൻ്റെ മുറിയിലെത്തി ശീതളിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു. CI ഡോക്ടറിനോട് ചോദിക്കുന്നു, ശീതളിന് എങ്ങനെയുണ്ട് ഡോക്ടർ? ഡോക്ടർ, പേഷ്യൻ്റ് അപകടനില തരണം ചെയ്തിരിക്കുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാം. CI, എനിക്ക് ആ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. CI ശീതളിനെ കാണാനെത്തുന്നു. അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ശീതൾ സത്യങ്ങൾ CIയോട് പറയുന്നു. അടുത്ത സീനിൽ ശീതൾ ഡിസ്ചാർജായി വീട്ടിലെത്തുന്നു. അവിടെ അവളെ കാത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ഉടനെ തന്നെ സരസ്വതി അമ്മ ശീതളിനോടായിട്ട്, വന്നോ? വേദികയെ ജയിലിലാക്കാനായി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അമ്മയുടേതല്ലേ വിത്ത്. ഇവള് കൂടെ ചെന്നപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ മോനും വേദിക്ക് സ്വസ്ഥത കൊടുക്കാതിരിക്കാനാണെന്ന്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ, കൊച്ചുമോള് മരണത്തോട് മല്ലിട്ട് കിടന്നപ്പോൾ നിനക്കൊരു വിഷമവുമില്ലായിരുന്നു. അതിന് കാരണക്കാരിയായ വേദിക ജയിലിലായതാ നിനക്ക് സഹിക്കാൻ പറ്റാത്തത് അല്ലേ? നീ ഒരു സ്ത്രീയാണോ സരസ്വതി? സരസ്വതി, വേദികയാണോ അതിന് ഇവളുടെ കൈമുറിച്ചത്? ഇവൾ സ്വയം ചെയ്തതല്ലേ? പ്രതീഷ്, 10-17 വർഷം ഈ വീട്ടിൽ വെച്ച് ഇവൾക്ക് തോന്നാത്തത് അവിടെ ചെന്ന് ഒരാഴ്ച ആവുന്നതിന് മുമ്പേ തോന്നാൻ എന്താ കാരണം? അനന്യ എല്ലാവരുമായിട്ട് മതി. അവൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. മോള് പോയി റെസ്റ്റ് എടുക്കൂ. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. അടുത്ത ഭാഗത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ബോധരഹിതയായ വേദികയെ വനിതാ കോൺസ്റ്റബിൾ കാണുന്നു. അവർ മറ്റുള്ള പോലീസുകാരെ വിളിച്ചുകൂട്ടി വേദികയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അടുത്ത സീന് സിദ്ധാർത്ഥ് സുമിത്രയെ വിളിച്ച് വേദികയുടെ സൂയിസൈഡ് അറ്റംപ്റ്റിനെ കുറിച്ച് പറയുന്നു. സുമിത്ര ഷോക്ക്ഡ് ആവുന്നു. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.